കോഴിക്കോട് വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് മുസ്ലിം ലീഗ്. മാറാട് ഡിവിഷനിലെ 49/49 എന്ന കെട്ടിട നമ്പറിൽ 327 വോട്ടർമാർ. CPM സഹകരണ സ്ഥാപനമാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രതികരണം കാണാം ആദ്യം. 7 വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പർ റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് മാറാട് എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഈ 49/49 എന്ന വീട് നമ്പറായിട്ട് അതിനകത്ത് 327 വോട്ടുകൾ. ഒരു നമ്പറിൽ 327 ആളുകളാണ്. ഇവരെല്ലാം കൂടി എവിടെ കൊള്ളിക്കുക? അപ്പം ഇത്തരത്തിൽ ഇത് നമ്മൾ ഒരു വറ്റെടുത്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഏതെല്ലാം സ്ഥലത്ത് ഏതൊക്കെ രീതിയിലാണ് ഇവർ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ഒരു കെട്ടിട നമ്പറിൽ ഇത്രയധികം വോട്ടർമാരെ ചേർത്തിരിക്കുന്നതിന് എന്തൊക്കെ തെളിവുകൾ ലീഗിന്റെ ഭാഗത്തുനിന്നും ഉയർത്തുന്നുണ്ട്? ഒപ്പം ഇതിനുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലീഗിന്റെ ഭാഗത്തുനിന്നും പുറത്തേക്ക് വിടാൻ കഴിയുന്നത്? ഷഹീദ്, വിവരങ്ങൾ. പ്രതീക്ഷ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്ന് UDF നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഓരോ ദിവസങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടത്തിയ പരിശോധനയിൽ ഈ മാറാട് ഡിവിഷനിലെ 49/49 എന്ന കെട്ടിട നമ്പറിന്റെ പേരിൽ 327 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റ് ആ രീതിയിൽ ചേർത്തായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് അനിതാകുമാരി, വട്ടക്കിണർ സ്വദേശി അനിതാകുമാരി എന്നയാളുടെ പേരിലാണ് കെട്ടിടം ഉള്ളത്. അവിടെ അവരുടെ പേരിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അത് ഇപ്പോൾ ഒരു CPMന്റെ കീഴിലുള്ള സർവീസ് സഹകരണ സംഘം അവരുടെ ഒരു ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ എങ്ങനെ 327 വോട്ടുകൾ വന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അത് വലിയ ക്രമക്കേടാണ് എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉയർത്തുന്നത്. സമാനമായ രീതിയിൽ വലിയ തോതിലുള്ള ക്രമക്കേട് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ 70 വോട്ടുകൾ ചേർത്തതായി കണ്ടെത്തിയിരുന്നു. അത് അവർ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അക്കാര്യം പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു വീട് പോലും ഇപ്പോൾ കോർപ്പറേഷൻ രജിസ്റ്റർ ഇല്ല എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഒപ്പം തന്നെ ഒരു കെട്ടിട നമ്പറോ വീട്ടു നമ്പറോ ഇല്ലാത്ത ഇടങ്ങളിൽ ആ അഡ്രസ്സിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആ രീതിയിൽ വലിയ തോതിലുള്ള ക്രമക്കേട്, അതായത് യഥാർത്ഥത്തിലില്ലാത്ത വോട്ടർമാരെ കെട്ടിട നമ്പർ വെച്ച് കാണിച്ചുകൊണ്ട് വോട്ടിംഗ് ലിസ്റ്റിൽ വലിയ തോതിൽ വ്യാപകമായ രീതിയിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് തുടർച്ചയായി കോഴിക്കോട്ടുള്ള UDF നേതൃത്വം ഉയർത്തുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം MK മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ, മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. അവിടെ ഈ ഓഫീസ്, ഈ ബാങ്ക് പ്രവർത്തിക്കുന്ന, ഈ സഹകരണ സംഘം പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ചിത്രം ഉൾപ്പെടെയുള്ളവ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെ യഥാർത്ഥത്തിലുള്ള വോട്ടർമാർ ഈ 327 ആളുകൾക്കും യഥാർത്ഥത്തിൽ മറ്റെവിടെയെങ്കിലും വോട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഡബിൾ എൻട്രി ആയി അവിടെ ആ ഒരു കെട്ടിടത്തിലേക്ക് എന്തൊക്കെ ആരോപണങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്? പ്രതീക്ഷ, ചോദ്യം ആവർത്തിക്കാമോ? അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംബന്ധിച്ച് എന്തെങ്കിലും ലീഗ് ആരോപിക്കുന്നുണ്ടോ? പ്രതീക്ഷിത് പ്രാഥമികമായി തന്നെ ഒരു കെട്ടിട നമ്പറിൽ, പ്രത്യേകിച്ചും അവിടെ ഒരു ഓഫീസായി പ്രവർത്തിക്കുന്ന, ഒരു സഹകരണ സംഘത്തിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിൽ എങ്ങനെ 327 വോട്ടുകൾ വന്നു എന്നുള്ള വലിയ ചോദ്യമാണ്. സാധാരണഗതിയിൽ അവിടെ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളാണ്, വീട്ടു നമ്പർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം വീടോ വാടകയ്ക്കുള്ള വീടോ മറ്റോ ഇടങ്ങളിൽ വെച്ചാണ് വീട്ടു നമ്പർ കണക്കാക്കിയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ഉൾപ്പെടുത്താറുള്ളത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു സഹകരണ സംഘത്തിന്റെ ഓഫീസ് ആയി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തിന്റെ കെട്ടിട നമ്പർ കാണിച്ച് എങ്ങനെ 327 വോട്ടുകൾ ചേർത്തു എന്നുള്ള വലിയ ക്രമക്കേടാണ്. അത് പ്രാഥമികമായി തന്നെ ഒരു ക്രമക്കേടാണ്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായും അങ്ങനെ ഒരു വോട്ടർ ലിസ്റ്റിൽ പേര് അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ CPM UDF നേതൃത്വം ആരോപിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയായി കണക്കാക്കാൻ കഴിയില്ല. ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരോട് CPMന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആനുകൂല്യം നൽകുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അവരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം ഒരു നീക്കം നടന്നിട്ടുള്ളത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അവർ ഇലക്ഷൻ കമ്മീഷനും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം ഹൈക്കോടതിയും അവർ സമീപിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ലഭിക്കുന്ന തെളിവുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്.
ഷഹീദിന്റെ കാലയളവ് സംബന്ധിച്ചൊക്കെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഇത്രയധികം വോട്ട് അതും ഒരു സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിന്റെ പേരിലുള്ള ഒരു ഇടത്താണ്. അതാണ് ഏറ്റവും വലിയ അസ്വാഭാവികത. അപ്പോൾ തീർച്ചയായും ഈ ഉന്നത നേതൃത്വത്തിന്റെയൊക്കെ ഇടപെടൽ ഉണ്ടാകണം. ഉദ്യോഗസ്ഥരുടെ ഇത് ക്ലാരിറ്റി വരുത്തേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമാണ്. അപ്പോൾ ഇതിന്റെ സമയ അളവും കാലയളവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ഡേറ്റ പ്രകാരം ആരോപിക്കുന്നത്? പ്രതീക്ഷ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും ഇത് നേരത്തെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഈ കെട്ടിട നമ്പറിൽ ഇത്രയും വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവരവിടെ വോട്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. നമ്മൾ UDF നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അവരും സ്വാഭാവികമായും പ്രാഥമികമായും ഇത്തരം ഒരു വ്യാപകമായ അല്ലെങ്കിൽ 327 വോട്ടുകൾ കെട്ടിടത്തിൽ ഒരു കെട്ടിട നമ്പർ ചേർത്തായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് മുൻകാലങ്ങളിൽ അത് അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. അത് പ്രാഥമികമായി അവർ പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് പോൾ ചെയ്ത വോട്ടുകളാണ് എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, അത് അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു കുറ്റമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിലൊരു ക്രമക്കേട് ഇവർ ആരോപിക്കുന്നത് പോലെ ക്രമക്കേട് നടന്നു എന്ന് വേണം അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ. അവർ അക്കാര്യത്തിലുള്ള പരിശോധനയും അന്വേഷണവും ഇനി നടക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവർ തുടർച്ചയായി ആരോപിക്കുന്നത് ഈ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ പലതവണ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിനോട് കണ്ണടച്ചിരിക്കുകയാണ്, പരാതിയൊന്നും പരിഹരിക്കുന്നില്ല. ഇതേ തുടർന്നാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഈ കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രാഥമികമായും ഈ UDFന്റെ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിന്റെ വിചാരണ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത്തരം ഡാറ്റ കൂടി ഇനി ഈ UDF നേതൃത്വം കോടതിയെ അറിയിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF നേതൃത്വമുള്ളത്.